ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. ഇന്ന് ഒരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഏകദേശം 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണേ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ. വറുത്തെടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വറുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ്. അപ്പം ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവേ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പം നമ്മുടെ പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇനി ആ പാനിൽ തന്നെ നമുക്കതിന് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി നുറുക്കിയതും നമ്മുടെ മുരിങ്ങയ്ക്കയില്ലേ, നാടൻ മുരിങ്ങയ്ക്കാണ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണേ. എന്നിട്ട് ഈ മുരിങ്ങയ്ക്കയും ഒന്ന് വെന്ത് വരണേ. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാനിവിടെ പുളിക്കായിട്ട് അരമുറി തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കൊഞ്ചാണ്, കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഈ തീയൽ നല്ലതായിട്ട് കുറുകി വരുന്നിടം വരെ വറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ എണ്ണ തെളിയും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ടെന്ന്. ഇതേപോലെ തീയൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തീയൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നോ, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ശുഭദിനം.